ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് വെളിയിലായിരുന്നു കേട്ടോ. കമ്പനിയിൽ കുറച്ച് പണി കൂടുതലായിരുന്നു. നമ്മുടെ ഡയറ്റ് മിക്സിൻ്റെയും അതുപോലെ തന്നെ ഡെയിലി നമ്മുടെ ഡയറ്റ് മിക്സ് പൊടിഞ്ഞ് കയറുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് ലേഹ്യത്തിൻ്റെ, അപ്പം മൂന്നും കൂടെ ഒറ്റ ദിവസം വരുമ്പോഴത്തേക്കും കുറച്ച് പണിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ അവിടുന്ന് തന്നെ നോമ്പ് തുറന്നിട്ടാണ് വരവ്. വരുന്ന വഴി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും സാലഡിനുള്ള സാധനങ്ങളും കുറച്ച് നമ്മുടേതായ രീതിയിൽ അച്ചാറും, അച്ചാറില്ലാത്ത ഡയറ്റൊക്കെ എനിക്ക് സ്വപ്നങ്ങളിൽ മാത്രം. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് വയറാളത്തില്ലേ ഈ ചൂടത്തൊക്കെ ഇങ്ങനെ അച്ചാർ കഴിച്ച്? അപ്പം ഞാനിത് ജസ്റ്റ് വിനാഗിരി പോലും ചേർക്കില്ല കേട്ടോ. അതേ രീതിയിലാണ് അച്ചാറിട്ടെടുക്കുന്നത്. അപ്പം നെല്ലിക്കായും നാരങ്ങായും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചിയാസീഡ് വാട്ടറൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ വാങ്ങിച്ചു വെച്ചത്. സമയത്ത് കിടന്ന് ഓടണ്ടല്ലോ. ഇപ്പം നാരങ്ങക്കൊക്കെ നല്ല വിലയാണല്ലോ. നോമ്പും അതുപോലെ തന്നെ ഈ ചൂടും ഒക്കെ ആയതുകൊണ്ട് സീസൺ അനുസരിച്ച് റേറ്റ് കൂടുന്ന സാധനങ്ങളല്ലേ ഇതൊക്കെ. നെല്ലിക്കാക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട്. മാങ്ങ കണ്ടപ്പോൾ ഒരു കൊതിക്ക് മാങ്ങായും വാങ്ങിച്ച്. പാതിക്കെ മാങ്ങ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണെന്നറിയില്ല. രാവിലെ ആകുമ്പോഴത്തേക്കും ആഗ്രഹിച്ച് ചെല്ലുമ്പോഴത്തേക്കും കിട്ടുന്നത് കാക്കയും വവ്വാലും ഒക്കെ കൊത്തിയതാണ്. പിന്നെ നമ്മുടെ നിപ്പ പേടിച്ച് ഇപ്പം പണ്ട് കൊത്തിയിട്ട സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നെങ്കിൽ ഇപ്പം നിപ്പാടെ കാര്യം ഓർമ്മ വരും. അത് കാരണം ആ ഒരു വശത്തോട്ട് ചിന്തിക്കാൻ പോലും വയ്യ. ഇഷ്ടംമാതിരി മാങ്ങയാണ് കേട്ടോ. ഇത്തവണ പറിക്കാൻ പോലും തോട്ടിയില്ലാഞ്ഞത് കൊണ്ട് ആ ഒരു ഇതിലോട്ട് നോക്കിയില്ല. പിന്നെ നോമ്പായതുകൊണ്ട് വലിയ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചുമില്ല. അത് കാരണം തന്നെ നല്ല രീതിയിൽ മാങ്ങ പഴുത്ത് പോകുന്നുണ്ട്. എന്തായാലും ഇടയ്ക്കെങ്കിലും പറിച്ചെടുക്കണം. കാര്യം ഇപ്പം നോമ്പെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇനി നമ്മുടെ ലഞ്ച് സ്പെഷ്യലും നമുക്ക് പറ്റിയ കടുക് മാങ്ങ അച്ചാറും ഒക്കെ ചെയ്ത് ഇച്ചിരി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണക്കിയൊക്കെ ഒത്തിരി എടുത്തതാണ്. അപ്പോൾ ഇന്ന് നോമ്പുറക്കുന്ന സമയത്ത് മോൻ ഇത്തിരി മന്തി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചിട്ടാണ് വരുന്നത്. അപ്പം മന്തി ഓർഡർ ചെയ്യുമ്പോഴേ പറയും, നമുക്ക് മയോണൈസ് വെക്കണ്ട, പകരം ആ ചട്നി അതിച്ചിരി കൂടുതൽ വെച്ചേക്കാം, അല്ലെങ്കിൽ സാലഡ് വെച്ചേക്കാൻ പറയും. വെറുതെ മയോണൈസ് കൊണ്ടുവന്ന് ആർക്കും കൊടുക്കൂല. വെറുതെ എന്തിനാ അത് വാങ്ങിച്ച് നമ്മൾ കളയുന്നത്? ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടെ, നമ്മളെന്തായാലും കഴിക്കൂല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധനം ഒഴിവാക്കിയിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ കുറച്ച് ചോറും ഇത്തിരി സാലഡും ഇത്തിരി ഈ ചട്നിയൊക്കെ കൂട്ടിയിട്ടുള്ള കഴിക്കലായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ 100 ഡേയ്സ് ചലഞ്ചിനാണ് തുടക്കം കുറിക്കാൻ പോണത്. ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഏകദേശം ഇപ്പോൾ ഡയറ്റിലോട്ട് വന്നു തുടങ്ങി. അപ്പോൾ വെയിറ്റും കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ഉടനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇൻഷാല്ലാ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇങ്ങനെയായിരുന്നു. സാധാരണ നമ്മൾ എന്തെങ്കിലും പലഹാരം എടുക്കും. അത്താഴത്തിന് സ്മൂത്തിയുമാണ് എടുക്കുന്നത്. സ്മൂത്തിയും ബോയിൽഡ് എഗ്ഗും എടുക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. മാഷാഅല്ലാഹ്. അത് ഞാനെല്ലാം കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ മോൻ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.